നമസ്കാരം. വി ആർ ഫാർമാഗേറ്റ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഷിഗല്ല രോഗം എന്താണ്, ലക്ഷണങ്ങൾ, പകരുന്ന വഴി, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയാണ്. സ്കൂളിൽ പഠിക്കുന്ന 12 വയസ്സുള്ള അരുൺ എന്ന കുട്ടിക്ക് 2 ദിവസമായി വയറുവേദനയും വയറിളക്കവും അനുഭവപ്പെട്ടു. ആദ്യമൊക്കെ വീട്ടുകാർ ഇത് സാധാരണ ഭക്ഷണം ശരിയാകാത്തത് കൊണ്ടാകാമെന്ന് കരുതി. എന്നാൽ പിന്നീട് പനിയും ക്ഷീണവും കൂടി വന്നതോടെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പരിശോധനകൾക്ക് ശേഷം ഡോക്ടർമാർ ഷിഗല്ല അണുബാധയെക്കുറിച്ച് സംശയിച്ചു. ഇപ്പോൾ കേരളത്തിൽ ഷിഗല്ല രോഗത്തെക്കുറിച്ച് വാർത്തകൾ വരുന്നതിനാൽ പലർക്കും ഒരു സംശയമുണ്ട്. ഷിഗല്ല രോഗം എന്താണ്, എങ്ങനെ വരുന്നു, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളാണ് നോക്കുന്നത്. ആദ്യമായി ഷിഗല്ല രോഗം എന്താണെന്ന് നോക്കാം. ഷിഗല്ല എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു കുടൽ അണുബാധയാണ് ഷിഗല്ല രോഗം. ഇത് പ്രധാനമായും വയറിളക്കത്തിനും വയറുവേദനയ്ക്കും കാരണമാകാം. ചെറിയ കുട്ടികളിലും പ്രായമായവരിലും പ്രതിരോധശേഷി കുറഞ്ഞവരിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. എങ്ങനെ പകരുന്നു? ഷിഗല്ല രോഗം പ്രധാനമായും മലിനമായ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ പകരാൻ സാധ്യതയുണ്ട്. കൈകൾ നന്നായി കഴുകാതെ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതും രോഗവ്യാപനത്തിന് കാരണമാകാം. അതുകൊണ്ട് വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. പ്രധാന ലക്ഷണങ്ങൾ: 1. വയറിളക്കം. ഷിഗല്ല രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ് വയറിളക്കം. ചിലരിൽ ഇത് ഗുരുതരമാകാം. 2. വയറുവേദന. അടിവയറ്റിൽ വേദനയോ അസ്വസ്ഥതയോ അനുഭവപ്പെടാം. 3. പനി. ചില രോഗികളിൽ പനി ഉണ്ടാകാം. 4. ഓക്കാനം അല്ലെങ്കിൽ ഛർദി. ചിലർക്ക് ഓക്കാനമോ ഛർദിയോ അനുഭവപ്പെടാം. 5. ക്ഷീണം. ശരീരത്തിന് വളരെ ക്ഷീണം അനുഭവപ്പെടാം. 6. നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ. അമിതമായ വയറിളക്കം കാരണം ശരീരത്തിലെ ജലാംശം കുറയാൻ സാധ്യതയുണ്ട്. ഇത് പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമായവരിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രോഗലക്ഷണങ്ങൾ എപ്പോൾ തുടങ്ങും? ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം സാധാരണയായി 1-2 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ ആരംഭിക്കാം. ചിലരിൽ ഇത് ഒരാഴ്ച വരെ എടുത്തേക്കാം. എല്ലാ വയറിളക്കവും ഷിഗല്ല ആണോ? അല്ല. മറ്റ് പല വൈറസുകളും ബാക്ടീരിയകളും വയറിളക്കത്തിന് കാരണമാകാം. അതുകൊണ്ട് വയറിളക്കം വന്നാൽ ഉടനെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ഗുരുതര ലക്ഷണങ്ങളുണ്ടെങ്കിൽ ചികിത്സ തേടേണ്ടതാണ്. എപ്പോൾ ചികിത്സ തേടണം? താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ചികിത്സ തേടേണ്ടതാണ്: കടുത്ത വയറിളക്കം, ഉയർന്ന പനി, അമിതമായ ക്ഷീണം, ശരീരത്തിൽ ജലാംശം കുറയുന്ന ലക്ഷണങ്ങൾ. കുട്ടികളിലും പ്രായമായവരിലും രോഗലക്ഷണങ്ങൾ ഗുരുതരമാകുമ്പോൾ ഷിഗല്ല രോഗത്തിന് ചികിത്സയുണ്ടോ? അതെ, ഷിഗല്ല രോഗത്തിന് ചികിത്സ ലഭ്യമാണ്. എന്നാൽ ഏത് മരുന്ന് വേണമെന്ന് ഡോക്ടർ തീരുമാനിക്കേണ്ടതാണ്. സ്വയം ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുന്നത് ഒഴിവാക്കണം. വയറിളക്കമുള്ളപ്പോൾ ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നതും വളരെ പ്രധാനമാണ്. എന്തൊക്കെ ചെയ്യാൻ പാടില്ല? സ്വയം ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കരുത്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ വിവരങ്ങളും വിശ്വസിക്കരുത്. നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണങ്ങൾ അവഗണിക്കരുത്. രോഗമുള്ളപ്പോൾ മറ്റുള്ളവർക്കായി ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കണം. എങ്ങനെ പ്രതിരോധിക്കാം? ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈകൾ നന്നായി കഴുകുക. ശുദ്ധമായ വെള്ളം മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുക. ഭക്ഷണം ശുചിത്വത്തോടെ തയ്യാറാക്കുക. കുട്ടികളെ വ്യക്തി ശുചിത്വത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുക. കുടിവെള്ളം എങ്ങനെ ശുദ്ധീകരിക്കാം? ഷിഗല്ല പോലുള്ള ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ശുദ്ധമായ കുടിവെള്ളത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. വീട്ടിൽ തന്നെ ചില ലളിതമായ മാർഗങ്ങളിലൂടെ വെള്ളം കൂടുതൽ സുരക്ഷിതമാക്കാൻ കഴിയും. 1. വെള്ളം തിളപ്പിക്കുക.
വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ച് ഉപയോഗിക്കുന്നത് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗങ്ങളിൽ ഒന്നാണ്. സാധാരണയായി വെള്ളം തിളച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ 1 മിനിറ്റെങ്കിലും തിളപ്പിക്കുന്നത് രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കും. 2. വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കുക. RO, UV തുടങ്ങിയ വാട്ടർ പ്യൂരിഫയർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവർ ഫിൽട്ടർ സമയബന്ധിതമായി മാറ്റുകയും നിർമ്മാതാക്കളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. 3. ക്ലോറിനേഷൻ. ചില സാഹചര്യങ്ങളിൽ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ക്ലോറിൻ ഗുളികകൾ ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കാറുണ്ട്. ഇതിന് ആരോഗ്യപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. 4. വെള്ളം സുരക്ഷിതമായി സൂക്ഷിക്കുക. ശുദ്ധീകരിച്ച വെള്ളം വൃത്തിയുള്ള മൂടിയ പാത്രങ്ങളിൽ സൂക്ഷിക്കുകയും വെള്ളം എടുക്കാൻ വൃത്തിയുള്ള പാത്രം ഉപയോഗിക്കുകയും വേണം. 5. സംശയമുള്ള വെള്ളം ഒഴിവാക്കുക. വെള്ളത്തിൻ്റെ ശുദ്ധതയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് നേരിട്ട് കുടിക്കുന്നതിനേക്കാൾ തിളപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം. കുട്ടികളിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടത് എന്തുകൊണ്ട്? കുട്ടികളിലും പ്രായമായവരിലും ശരീരത്തിൽ ജലാംശം പെട്ടെന്ന് കുറയാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. കുട്ടികൾ വെള്ളം കുടിക്കാൻ മടി കാണിക്കുകയോ വളരെ ക്ഷീണിതരായി കാണപ്പെടുകയോ ചെയ്താൽ ചികിത്സ തേടാൻ വൈകരുത്. അവസാനമായി, ഷിഗല്ല രോഗം ആശങ്കയുണ്ടാക്കുന്ന ഒരു രോഗമാണെങ്കിലും ഭയപ്പെടുന്നതിനേക്കാൾ ശരിയായ വിവരങ്ങൾ മനസ്സിലാക്കുകയും ശുചിത്വം പാലിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാ വയറിളക്കവും ഷിഗല്ല മൂലമാണെന്ന് കരുതേണ്ടതില്ല. എന്നാൽ കടുത്ത വയറിളക്കം, ഉയർന്ന പനി, നിർജ്ജലീകരണത്തിൻ്റെ ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ ചികിത്സ തേടാൻ വൈകിക്കരുത്. കൈകളുടെ ശുചിത്വം, സുരക്ഷിതമായ ഭക്ഷണം, ശുദ്ധമായ കുടിവെള്ളം എന്നിവയിലൂടെ ഇത്തരം രോഗങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.